അങ്ങനെ ഇതാ വീണ്ടും ഞങ്ങളെ ഫാമിലിയിലെ ഗെറ്റ് ടുഗദറിന്റെ സമയമായ ഓരോ 3 മാസവും കൂടുമ്പോഴാണ് അമ്മേന്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നത്. എത്ര വേഗമാണ് ഇങ്ങനെ 3 മാസമൊക്കെ പോകുന്നതെന്ന് ഈ ഒരു ഗെറ്റ് ടുഗദറിന്റെ സമയമാകുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഞങ്ങളെ ഗെറ്റ് ടുഗദർ വീഡിയോ 3-4 പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള മെസ്സേജസും കമന്റ്സും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. ഇന്നാണെങ്കിൽ മാമന്റെ മോളെ ബർത്ത്ഡേ ആണ് കേട്ടോ. ആദ്യം തന്നെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ റൂമിൽ പോയി നോക്കുമ്പോണ്ട് വേൾഡ് കപ്പിന്റെ ചർച്ചയിലാണ് കേട്ടോ എല്ലാവരും. എനിക്കിതിൽ പ്രത്യേകിച്ച് പറയാനൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അങ്ങനെ നേരെ ഫോൺ എടുത്ത് അടുക്കളയിൽ പോയി നോക്കുമ്പോഴാണ് അവിടെ നിന്ന് ഹോർലിക്സ് ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ ഹോർലിക്സ് ഒക്കെ ഗ്ലാസ്സിലാക്കി എല്ലാവർക്കും കൊടുത്തേ. പിന്നെ ഇതാ പാട്ടൊക്കെ വെച്ചപ്പോൾ മക്കൾ ഡാൻസും തുടങ്ങി. മെയിൻ സെക്ഷൻ ആയിട്ടുള്ള ഫുഡ് സെക്ഷനിലേക്ക് പോയി നോക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതാ ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. ഗെറ്റ് ടുഗദറിന് പോകുമ്പോൾ ഓരോ വീട്ടിലും ഓരോ ടൈപ്പ് ഓഫ് ഫുഡ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം. മെയിൻ ഫുഡ് ബിരിയാണി ആണെങ്കിലും ഇനിയിപ്പോൾ ബിരിയാണി വേണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് കപ്പയുണ്ട്, ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, സാദാ ചോറ്, കറികൾ, അതുപോലെ തന്നെ പന്നിയുണ്ട്. പിന്നെ ഇതാ ചിക്കൻ കറി വേറെ സെപ്പറേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു പായസം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊരു ഗാനമേള ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾ തന്നെ പാടുന്നതാണ്.